ഗൂഗിൾ പേ ഉപയോഗിക്കാത്തവരായി ആരും കാണില്ല അല്ലേ? കാരണം അത്രമേൽ പ്രചാരം നേടിക്കഴിഞ്ഞു നമ്മളുടെ ഈ ഗൂഗിൾ പേ. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്ക ആളുകളും എ.ടി.എമ്മിൽ പോയിട്ട് ഡയറക്റ്റ് കാശ് എടുക്കുന്നതെല്ലാം നിർത്തിയിരിക്കുകയാണ് അല്ലേ? കാശ് കൊടുക്കുന്നത് നമ്മൾ വളരെയധികം കുറച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് ഏത് മേഖലയിലാണെങ്കിലും നമുക്കിപ്പോൾ ഈ ഗൂഗിൾ പേ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഗൂഗിൾ നമ്മുടെ ഇന്ത്യയിൽ 2024 മെയ് 9 ഗൂഗിൾ വാലറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഗൂഗിൾ വാലറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലായിട്ട് കൊണ്ടു നടക്കുന്ന ഡോക്യുമെൻറ്റുകളെല്ലാം തന്നെ നമുക്ക് മൊബൈലിൽ കൊണ്ട് നടക്കാമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് നമുക്ക് നമ്മുടെ മൊബൈലിൽ ട്രാൻസാക്ഷൻ കാര്യങ്ങളെല്ലാം ഇതേപോലെ QR കോഡ് സ്കാൻ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് നമ്മൾ POS മെഷീനിൽ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്താൽ തന്നെ നമുക്ക് മണി ട്രാൻസ്ഫർ നടക്കും. അതായത് NFC കമ്മ്യൂണിക്കേഷൻ വഴിയാണ് നമുക്കിത് നടക്കുന്നത്. ആൻഡ്രോയിഡ് 7 മുതലുള്ള എക്യുപ്മെൻറ്റുകൾ നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മളൊരു ഫ്ലൈറ്റ് യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ബോഡി പാസുകൾ മൊബൈലിൽ കൊണ്ട് നടക്കാം. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു സിനിമ കാണാൻ പോകുന്ന സിനിമ ടിക്കറ്റ്, അതേപോലെ തന്നെ ഇവൻറ്റുകളുടെ ടിക്കറ്റ് എല്ലാം നമുക്ക് നമ്മുടെ മൊബൈലിൽ ഈ വാലറ്റിൽ കൊണ്ട് സൂക്ഷിക്കാം എന്നുള്ളതാണ്. നമ്മുടെ കൊച്ചി മെട്രോ ഇതായിട്ട് ടൈപ്പ് ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചി മെട്രോൻ്റെ ടിക്കറ്റും നമുക്ക് ഇതുവഴി കൊണ്ട് നടക്കാൻ സാധിക്കും. നമുക്ക് മൊബൈൽ ഇതെല്ലാം ജസ്റ്റ് ഇതേപോലെ ടാപ്പ് ചെയ്യുക അല്ലെങ്കിൽ മൊബൈലിൽ വരുന്ന QR കോഡ് സ്കാൻ ചെയ്യുക ചെയ്താൽ മാത്രം മതിയാകുമെന്നാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതായത് ഫിസിക്കലായിട്ട് നമുക്ക് ഇതേപോലെ ATM കാർഡുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കൊണ്ട് നടക്കേണ്ടതായിട്ടില്ല. ഇന്ത്യയിൽ ഇപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം 10-20ഓളം കമ്പനികൾ ഇതായിട്ട് ടൈപ്പ് ആയി കഴിഞ്ഞു. 2024 മെയ് 9 നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു വാലറ്റ് സംവിധാനം നിലവിൽ വന്നത്. ഏകദേശം 80ഓളം രാജ്യങ്ങളിൽ ഇപ്പോൾ ഈ വാലറ്റ് സംവിധാനമുണ്ട്. എന്നാൽ ഈ ഗൂഗിൾ പേ ആണെങ്കിൽ 30 രാജ്യങ്ങളിൽ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഈ ഒരു ഗൂഗിൾ പേ എടുത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിലവിൽ നമുക്ക് ഈ 2 ആപ്ലിക്കേഷനും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഇത് മൊബൈലിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഈ ഗൂഗിൾ വാലറ്റ് എന്ന് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും താഴെ ഇതേപോലെ ആഡ് വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ആഡ് ടു വാലറ്റ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് ഇതേപോലെ കാണാൻ സാധിക്കും. ഫോട്ടോ, ലോയൽറ്റി, ഗിഫ്റ്റ് കാർഡ്, ട്രാൻസിറ്റ് പാസ്. അപ്പോൾ നമുക്കിതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എല്ലാം എടുക്കുകയാണെങ്കിൽ നമുക്ക് ബാർകോഡോ QR കോഡോ ഉള്ളൊരു ട്രെയിൻ ടിക്കറ്റോ അല്ലെങ്കിൽ അതേപോലെ സിനിമ ടിക്കറ്റോ ആണെങ്കിൽ അത് ജസ്റ്റ് ഫോട്ടോ നമുക്ക് എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു മെട്രോ ടിക്കറ്റ് നമുക്ക് ട്രാൻസിറ്റ് പാസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കൊച്ചി മെട്രോൻ്റെ ടിക്കറ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കൊച്ചി, കേരള അത് കണ്ടു. നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മളൊന്ന് സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇമെയിൽ ID കൊടുത്ത് നമുക്കൊന്ന് സൈൻ ഇൻ ചെയ്ത് വരാം. ഇനി നമുക്കിവിടെ സ്റ്റേഷൻ നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, അപ്പോൾ നമ്മുടെ എൻട്രി സ്റ്റേഷൻ ഒന്ന് കൊടുക്കാം. നമുക്ക് ആലുവ കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ എക്സിറ്റ് സ്റ്റേഷൻ നമുക്ക് കളമശ്ശേരി ഒന്ന് കൊടുത്തിട്ട് നമുക്ക് ട്രയൽ കാണിച്ചു തരാം ഞാൻ. ഇനി നമ്മൾ വൺ വേ ആണോ റൗണ്ട് ട്രിപ്പ് ആണോ നോക്കുക. നമ്പർ ഓഫ് പാസഞ്ചേഴ്സ് കൊടുക്കുക. ഗെറ്റ് ഫെയർ കൊടുക്കുക. അപ്പോൾ നമുക്ക് അങ്ങോട്ടുള്ള ഫെയർ എത്രയാണെന്ന് കാണിക്കും. ഈ ഫെയറിൽ നമ്മൾ ബുക്ക് ടിക്കറ്റ് എന്ന് കൊടുക്കുക. ഈ ബുക്ക് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ടിക്കറ്റ് ബുക്കിംഗ് നടക്കുന്നതായിരിക്കും. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കൂടി കൊടുത്താൽ മതി. നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളും കൊടുത്ത് നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഈ ടിക്കറ്റ് നമുക്ക് ഈ ഒരു ഇതിലേക്ക് വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ ബാർകോഡുള്ള സിനിമ ടിക്കറ്റോ മറ്റേതെങ്കിലും ഇതുള്ളത് ഇതേപോലെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബാർകോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്ത് നമുക്ക് അതും നമ്മുടെ വാലറ്റിൽ സൂക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ആ വാലറ്റിൻ്റെ പേര് ജസ്റ്റ് എന്താണ് നമ്മൾ സൂക്ഷിക്കുന്നത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ബാർകോഡ് അതേപോലെ റെക്കോർഡായിട്ട് നമുക്ക് ഇവിടെ വരുന്നതായിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ മെയിലിൽ ഏതെങ്കിലും ടിക്കറ്റുകളോ കാര്യങ്ങളോ നമുക്ക് വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്ത് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. അതിന് നമ്മൾ മെയിലിൻ്റെ സെറ്റിങ്സ് കൂടെ നമ്മളിതിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരു ട്രെയിൻ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്തതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ Gmail ഇതായിട്ട് ലിങ്ക് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ബാക്കിലേക്ക് വന്നതിന് ശേഷം വലതുവശത്ത് മുകളിലുള്ള നമ്മുടെ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാലറ്റ് സെറ്റിങ്സ് എന്ന് കാണാം. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ ഓപ്ഷൻ ആഡ് പാസസ് ഫ്രം Gmail ഇതൊന്ന് സെലക്ട് ചെയ്യാം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏത് ഇമെയിൽ ID വരുന്ന കാര്യങ്ങളാണ് നമുക്ക് ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫെച്ച് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ആ ഇമെയിൽ ID ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ മെയിലിൽ വരുന്ന ടിക്കറ്റുകളും മറ്റും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ ഒരു വാലറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ വാലറ്റ് വർക്ക് ചെയ്യുന്നത്. നിലവിൽ നമുക്ക് ഗൂഗിൾ പേയും വാലറ്റും 2ആണ്. പക്ഷേ മറ്റു രാജ്യങ്ങളിലെല്ലാം ഗൂഗിൾ പേ ഇല്ല. ഗൂഗിൾ വാലറ്റിലാണ് നമ്മുടെ എല്ലാ സർവീസുകളും നടക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നും ഈ ഒരു ഗൂഗിൾ പേ എടുത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.